വളരെ സന്തോഷം. ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മളെ അലമീൻ സാറ് ഇതേപോലെ ബന്ധപ്പെട്ട് സംസാരിച്ചു. അങ്ങനെ സാറ് എനിക്ക് വേണ്ടി വീഡിയോ ചെയ്തു തന്നു. അങ്ങനെ അത് ഇവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് എനിക്ക് വണ്ടി കിട്ടാൻ കാരണമായത്. റിപ്പോർട്ട് ചാനലോട് ഭയങ്കര സന്തോഷം അറിയിക്കുകയാണ്. റിപ്പോർട്ട് ചാനൽ എല്ലാവരോടും ഒരുപോലെ സന്തോഷം അറിയിക്കുകയാണ്. നന്ദിയാണ് അവരോട്. അവർ കാരണമാണ് തീർച്ചയായും. റിപ്പോർട്ടർ ചാനലിലൂടെയാണ് നിയാസിന്റെ ഒരു പ്രയാസം മനസ്സിലാക്കിയത്. അപ്പം ഞാനും ശ്രീ അരുൺകുമാറും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറും അല്ലമീനും ഒക്കെ ഒരുപാട് ഇങ്ങനെ ഞങ്ങളും ഞങ്ങളുടേതായ സോഴ്സുകളിലൂടെ ഒരുപാട് വണ്ടിക്ക് വേണ്ടി അന്വേഷിച്ചു. അപ്പോൾ എന്റെ സുഹൃത്ത് ഷംസു മേലേപ്പാട്ട്, അപ്പം പുള്ളി ഡൽഹി ബേസ്ഡ് ആയിട്ട് വാഹന കച്ചവടം നടത്തുന്ന ആളാണ്. പുള്ളി പറഞ്ഞു എത്ര രൂപയായാലും കുഴപ്പമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും, അതിന് നേർപകുതി പൈസ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. പിന്നെ അതിനുശേഷം വണ്ടി കാണാൻ വേണ്ടിയിട്ട് പോയി. അതിനുശേഷം ഫോക്കസ് മോട്ടോഴ്സുകാർ അവിടെ പോയി വണ്ടി എടുത്തുകൊണ്ട് വന്ന് അവർ ഇതിന്റെ മെയിൻ്റനൻസ് എല്ലാം നടത്തി വളരെ പുതിയ വണ്ടിയാക്കി. ഇന്നിപ്പം നിയാസിന്റെ ചിരി കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അരുണും ഞാനും കൂടെ വന്നിട്ട് നമുക്കൊരു ഓഫ് റോഡൊക്കെ പോകാമെന്ന് പുള്ളി എനിക്ക് വാക്കൊക്കെ തന്ന ആളാണ്. അപ്പം വാഗ്ദാനം യൂത്ത് കോൺഗ്രസ് പാലിച്ചു. പക്ഷേ അരുൺ എനിക്ക് തന്ന വാക്ക് പാലിച്ചില്ല. അപ്പോൾ അതിനകത്തുള്ളൊരു പ്രതിഷേധം കൂടെ രാവിലെ രേഖപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അരുൺ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിയാസിന്റെ അന്നത്തെ മുഖം എന്റെ മനസ്സിൽ വളരെ കൃത്യമായിരുന്നു. അന്ന് ഈ ചിരി നിയാസിനില്ല, പക്ഷെ നിയാസ് ഇന്ന് ചിരിക്കുന്നുണ്ട്. ഇതാണ് ഈ കൂട്ടായ്മയിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെ, റിപ്പോർട്ടറിലൂടെ, ഫണ്ണി വാട്സപ്പ് കൂട്ടായ്മയിലൂടെ, ഷംസിലൂടെ ഉണ്ടായിട്ടുള്ള മാറ്റം. മുണ്ടകയും ചൂരൽമലയും അതിജീവനത്തിന്റെ ഒരു പുതിയ മുഖമായി നമ്മൾ മാറ്റാനുള്ള വലിയ കഠിനാധ്വാനത്തിലാണ്. അതിൽ ഇത് വലിയ ആത്മവിശ്വാസം പകരുന്നു. ഇത് നിയാസിന്റെ വണ്ടി എന്നുള്ളതല്ല, ഒരുപാട് നിയാസ്മാരുണ്ട് പലതും നഷ്ടപ്പെട്ടെ. അവരിലേക്ക് എല്ലാം എത്തിക്കാനുള്ള പ്രചോദനമാണ് റിപ്പോർട്ടറിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെ, ഇവരിലൂടെ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അത് ഞങ്ങൾ 100-150 പേരുണ്ട്. അതിലൊരു 100-300 പേര് നമുക്കുള്ള സംഖ്യ തന്നു. കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരും അതിലെ മെമ്പേഴ്സാണ്. അല്ലെ, ഫോറിനിലും ഉണ്ട് ആൾക്കാർ. ഇപ്പോൾ ഒരു ചെറിയ സംഭവം നമ്മൾ നടത്തി സന്തോഷിക്കുന്നു. ഇവനൊരു ജീപ്പ് കിട്ടിയല്ലോ, അതാണ് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത്. ഒരു കുടുംബമാണ് ഇതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നത്.